ചില വീടുകളിൽ ഇത് പൂച്ചെടിയായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പൂച്ചെടി കഴിയുമ്പോൾ ഇത് വലിച്ചു പറിച്ച് അവർ റൂട്ടോട്ട് കളയാം. പക്ഷെ ഇതിന്റെ ഗുണം അവർക്ക് അറിയത്തില്ല, കിഴങ്ങ് കളയും. അത് അറിയത്തില്ല. ചതച്ചിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രക്തം ശുദ്ധിയാവെന്ന് പറയണേ. കർഷകനാണ്, എനിക്കിതിന്റെ ഗുണങ്ങളും കോരങ്ങളും ഒക്കെ ഒരു 10-50 വയസ്സായ ഒരു അമ്മ പറഞ്ഞു തന്നൊരു ഇതുള്ളൂ. അപ്പൊ ആ ഇതിൽ എൻ്റെ അറിവില് ഇവനൊരു കുഞ്ഞനാണ്. ഗവേഷണം ഡോക്ടർമാർ ചെയ്യട്ടെ, നമ്മള് ഡോക്ടറല്ലോ. അതെ അതെ. ഇത് ഡോക്ടറെ അറിവില് ഇവര് വാങ്ങിച്ചോണ്ട് പോയിട്ട് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചോണ്ട് പോയിട്ട് അവർ കോടികൾ ഇതിനകത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഞാനിപ്പോ ഇത് കുറെ വർഷങ്ങളായിട്ട് ഞാൻ തന്നെ കാശുണ്ടാക്കുന്നു, ഞാൻ തന്നെ കൃഷി ചെയ്യുന്നു. കുറെ വർഷങ്ങളായിട്ട് ഇത് ആർക്കും ഇതൊന്നും അറിയത്തില്ല. ഒരു പൂച്ചെടി വലിച്ചു വലിച്ച് വെള്ളം പോയി. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ബൈസൺ വാലിയിലാണ് ഉള്ളത്, ഇടുക്കി ജില്ലയിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ലായിരിക്കും. ഇതാണ് ഐറ്റം, കൽത്താമര. നമ്മളോടൊപ്പം ഉള്ളത് സുരേന്ദ്രൻ ചേട്ടൻ. സുരേന്ദ്രൻ ചേട്ടാ നമസ്കാരം. ഇതെന്താണ് ഇതിൻ്റെ ഒരു ഉപയോഗം? കൽത്താമര ഇത് വന്നിട്ട് ഒരു ആയുർവേദ മെഡിസിനാണ്. ആയുർവേദ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്നാർ പ്രദേശത്താണ് ഈ സാധനം കൊണ്ടുപോകുന്നത്. ഇത് നമ്മൾ വനത്തിലൊന്നുമില്ല. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരുടെ എന്താ പറയണേ ബംഗ്ലാവിനകത്ത് നട്ടുപിടിപ്പിച്ച സാധനമാണ്. അപ്പം ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10-50 വയസ്സായ ഒരു വല്യമ്മ പറഞ്ഞു, മോനെ ഇതൊരു ആയുർവേദ മെഡിസിനാണ്. അപ്പം അതുകൊണ്ട് ഇത് നമുക്ക് അവരുടെ കാലത്താണെങ്കിൽ നമുക്ക് തൊടാൻ പോലും പറ്റില്ല. കാരണം തോക്കും പിടിച്ച് ബംഗ്ലാവിൽ നിൽക്കല്ലേ, അത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ടല്ലോ. അതെ, ആരോഗ്യഗുണമുണ്ട്. അപ്പം അതുകൊണ്ട് മോനെ നമുക്ക് അവരുടെ കാലത്താണ് ഇത് നമുക്ക് കൈകൊണ്ട് തൊടാൻ പോലും പറ്റത്തില്ല. അപ്പം ഇതുകൊണ്ടൊരു ആയുർവേദ ഭയങ്കര മെഡിസിനാണത്. ആ മെഡിസിൻ മാറി വന്ന ബ്രിട്ടീഷുകാരെ നമ്മളവിടെ കെട്ടിക്കടിച്ചല്ലോ. അതെ അതെ. കെട്ടിക്കടിച്ച് കഴിഞ്ഞപ്പം ഈ സാധനം എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയി. ഈ സാധനം ബംഗ്ലാവിൽ ഉപേക്ഷിച്ചിട്ട് പോയി. മാറി മാറി വന്ന ആൾക്ക് മറ്റേ നമ്മുടെ സഹോദരങ്ങൾക്ക് അവർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പൊ ഇത് ഇവന്മാരെല്ലാം കിളച്ചു വാരി ഇതിന്റെ പുറത്ത് കൊണ്ടു നട്ടു. കാരണം ബംഗ്ലാവ് നിറച്ച് പുല്ലിങ്ങനെ നിൽക്കുക. അപ്പൊ പിന്നെ എങ്ങനെ ഇത് എല്ലാം കിളച്ച് കൊട്ടയെ കോരി തോട്ടിലും മറ്റേ പുറത്തേക്ക് തള്ളി ഇങ്ങനെ കിടന്ന്. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ചെല്ലുമ്പോൾ ഈ ഒരു വല്യമ്മനെ പരിചയപ്പെട്ടു. എവിടെ വെച്ചായിരുന്നു? ടാറ്റയുടെ ബംഗ്ലാവിനകത്ത് തന്നെയാണ്, മൂന്നാർ ബംഗ്ലാവിനകത്ത് തന്നെ. ആ വല്യമ്മ പറഞ്ഞു, മോനെ ഇത് ഭയങ്കര ഒരു മെഡിസിനാണ്, ഇത് ആയുർവേദ മെഡിസിനാണ്. ഇതിന്റെ ഗുണം നമുക്കായിട്ട് പറയാൻ പറ്റില്ല, ഡോക്ടറാണ് ഇതിന്റെ ഗുണം പറയേണ്ടത്. ഇത് ഡോക്ടർമാർ ഇത് പരിശോധിച്ച് നോക്കിയിട്ട് ഡോക്ടർമാർക്ക് അതിൻ്റെതായ രീതിയിൽ. അപ്പൊ എൻ്റെ അറിവ് വെച്ച് എനിക്ക് ഈ മരുന്ന് ഞാൻ പോയി പറിച്ച് ഈ വല്യമ്മ പറഞ്ഞ വെച്ച് ഞാനിത് സ്വയം ഞാൻ കഴിച്ചു. കൊള്ളാം നല്ല, അതായത് മൂത്രം പോകാനും പൈൽസിന്റെ എനിക്ക് ചെറിയ രീതിയിൽ പൈൽസിന്റെ ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതിനെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഒരു ഡോക്ടർക്ക് കൊടുത്തു. ഈ ധാത്രിയുടെ എണ്ണ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിക്ക് ആദ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾ ആവശ്യപ്പെട്ടു, സുരേന്ദ്രൻ എന്തോരം ഉണ്ടെങ്കിലും എടുക്കാം, ഇങ്ങനെയാ വിലയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഇത് പൊടി വലിയ പാടൊക്കെയാണ്, ഒരു കിലോയ്ക്ക് ഒരു 2500 രൂപ തന്നെ എന്ന് പറഞ്ഞു. എന്നായാലും ഞാൻ ഇവിടെ നിന്ന് പറിച്ച് ഇവിടെ ആളെ കൂട്ടി, അന്നൊക്കെ എനിക്ക് ഒരുക്കാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഒരുക്കി ഞാനിങ്ങനെ പറിച്ച ആളെ കൂട്ടി ഒരു ചെറിയൊരു കുട്ടിച്ചാക്കിനകത്ത് കൊണ്ടുപോയി അത് കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ എൻ്റെ കൈ നിറച്ച് പൈസ, അതായത് 70,000 80,000 രൂപ എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അങ്ങനെയായി ഞാൻ പല ഡോക്ടർമാരെ ഇത് സന്ദർശിച്ചു. ഇപ്പൊ ഇത് മെഡിസിൻ ഡോക്ടേഴ്സിന് വേണ്ടിയാണോ? അതെ, ഡോക്ടറിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇത് നമ്മളെ ഇപ്പൊ എന്നാ വെച്ചാൽ നമ്മളൊരു കൃഷിക്കാരനാണ്. പിന്നെ ഇതിന്റെ ഫലം ഈ വല്യമ്മ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ നമ്മൾ അതിനകത്ത് എന്താ പറയണേ, നമ്മള് അങ്ങനെ ചെയ്യുന്നു. അപ്പൊ ഈ ഡോക്ടർമാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയണേ എന്തോരം ഉണ്ടെങ്കിലും എടുത്തോളാം. അത്ര ഇമ്പോർട്ടൻ്റ്. അതെ, ഇത് നമുക്ക് നമ്മുടെ കുഞ്ഞൻ കിഴങ്ങാണെങ്കിലും നമ്മുടെ വീട്ടില് ഈ മെഡിസിൻ ഒരുപാട് ആയുർവേദ മെഡിസിനാണ്, ഒരുപാട് നല്ല മെഡിസിനാണ്. അപ്പൊ ഇത് നമ്മുടെ വീട്ടില് ഇത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഡോക്ടറെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കേണ്ട രീതിയിൽ നിന്നാൽ നമുക്ക് ഒരുപാട് കാശ്, നമുക്ക് ലാഭമുണ്ട്, ആരോഗ്യം മെച്ചപ്പെടും. ഇതിന്റെ ഒരു സ്ട്രക്ചർ തന്നെ ഉണ്ട്. അതെ. അതായത് ഇപ്പൊ ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഈ കിഴങ്ങിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഈ നമ്മള് അതായത് വയറ്റിൽ നിന്ന് നമ്മൾ എങ്ങനെ പാസ് ചെയ്യുന്നു അതേപോലെയുള്ള ഒരു സംഭവമാണ്. നമ്മള് ആഹാരം പോകുന്നത് വയറ്റിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ അതിന്റെ സിസ്റ്റമായി ഇതിന് കൊടുത്തേക്കണേ. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് ഒരു ഘടന ഇങ്ങനെയല്ലേ? അതെ, ഒരേ ഘടനയായിട്ട് കൊടുത്തേക്കണേ. അപ്പൊ അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ എനിക്കിത് കഴിച്ച് ഇത് നല്ലൊരു ഇതായിട്ട് വന്നു. ഞാനിങ്ങനെ ഡോക്ടർമാരെ സമീപിച്ചു. അവര് പറയണേ എന്തോരം ഉണ്ടെങ്കിൽ എടുത്തോളാം, സാധനം കൃഷി ചെയ്തോളാനാണ്. അപ്പൊ ഞാനിത് കൃഷി ചെയ്ത് കുറെ ഡോക്ടർമാരെ കൊടുത്തു കഴിഞ്ഞപ്പോ
യൂറോപ്പിലും ഒക്കെ ആയിട്ടൊരു ഡോക്ടർ അവിടെ പുള്ളിക്ക് അവിടെ മെഡിക്കൽ കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അപ്പോൾ പുള്ളിയായിട്ട് സംബന്ധിച്ച് പുള്ളി പറയണ സുരേന്ദ്രൻ കൃഷി എന്തോരം ഉള്ളിൽ എടുത്തോളാം. ഇതിന്റെ ഒരു കൃഷി രീതി എങ്ങനെയാണ്? കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചിക്കണ്ടം മാതിരി വെട്ടി നല്ല നമ്മൾ ഇഞ്ചി ഇടുന്ന പോലെ വെട്ടി എന്നിട്ട് ഇതിന്റെ ഈ ഒരേ കഷ്ണമായിട്ട് നമ്മൾ നടുന്നിട്ട് അതിനെ മണ്ണിട്ടിട്ട് കുറെ കരിയിലേയും വാരി അതിന്റെ പുറത്തിട്ടാണ് മതി. പിന്നെ നമ്മളൊരു 3-4 വർഷത്തേക്ക് ഒന്നും നോക്കണ്ട. ഒരു ഇഞ്ചി കൃഷി തന്നാണ്ട് പറിക്കാൻ പറ്റില്ല. ഇത് ഒരു വർഷത്തിൽ ഇത് ഒരു മുട്ട ഉണ്ടാവുള്ളൂ. ഒരു വർഷത്തില് അത് ഈ ഒരൊറ്റ മുട്ട ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത്ര ഒരു 1, 2, 3, 4 ഇങ്ങനെയുള്ള വരുമ്പോ ഒരേ വർഷം ഈ മുട്ട ഒരു വർഷത്തിൽ ഇത് ഉണ്ടാവുള്ളൂ. അതത്രേ ഉള്ളൂ. പെട്ടെന്ന് എടുക്കാൻ നോക്കണ്ട. ഇതിന് പെട്ടെന്ന് നമ്മൾ കൃഷി ചെയ്തെടുക്കാൻ നോക്കണ്ട. അപ്പൊ ഓരോ വർഷം ചെയ്യുന്നവർ അടിയിലോട്ട് അടിയിലോട്ട് പോകുമ്പോ ആ അടിയിലിരിക്കുന്ന കിഴങ്ങ് ഒരു പ്രാണിയായിട്ട് ഒരു സാധനം ഒന്നും അതിനെ കയറി ആക്രമിക്കുന്നില്ല. വാവോ, അതൊരു അത്ഭുതം എന്നൊരു കാര്യമാണ്. അത് ശരി, അതിലൊരു കേട് പോലും ഉണ്ടോ? അപ്പൊ ഒരു കാരണവശാലും ഈ സാധനത്തിന് ആരും ആക്രമിക്കുന്നില്ല. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അത്ര മെഡിസിൻ അത്ര ഇതാണ്. ഒരു വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലായി ഇപ്പം നമ്മൾ ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാശ് രാജഗിരിയിലും മറ്റേ കോതോപുരത്തും അവിടെ ഒന്നും കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഇതെന്ന് പറഞ്ഞാൽ ചില വീടുകളിൽ പൂച്ചെടിയായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പൂച്ചെടി കഴിയുമ്പോൾ ഇത് വലിച്ചു പറിച്ച് അവർ റൂട്ടോട്ട് കളയാം. പക്ഷെ ഇതിന്റെ ഗുണം അവർക്ക് അറിയത്തില്ല. കിഴങ്ങ് കളയും. അത് അറിയത്തില്ല. ഈയിടെ ഞാൻ സൊസൈറ്റി മേഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് പൂച്ചെടിയായിട്ട് വെച്ച് കുറെ നട്ടുണ്ട്. എന്നിട്ട് ചെന്ന് നോക്കുമ്പോ ചങ്ക് കയറുന്നു, മൊത്തം വലിച്ചു പറിച്ച് ചുമ്മാ കളഞ്ഞു. ഇത്രയും വിലയുള്ള അതെ അതെ. അപ്പൊ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടും. ഞാനൊരു സാധാരണ കർഷകരിലേക്ക് എത്തിക്കാൻ ഉദ്ദേശമുണ്ട്. എത്തിക്കണം. കൃഷി വ്യാപകമാക്കണം. ഇത് നമുക്ക് നമ്മുടെ ഡോക്ടർമാരെ മുന്നോട്ട് വരണം. നമ്മുടെ പഠിച്ച് അവര് ഇത് ഈ കിഴങ്ങിനെ കൂട്ട് ഗവേഷണം എടുത്ത് ഈ കിഴങ്ങ് എന്തിനു കൊള്ളാമെന്നും അല്ലെങ്കിൽ ഇതിന്റെ ഡോക്ടർമാര് അവര് നിർദ്ദേശിക്കണം. അങ്ങനെ കൃഷി വ്യാപിക്കണം. അതായത് എനിക്കൊരു കർഷകനാണ്, എനിക്കിതിന്റെ ഗുണങ്ങളും കോരങ്ങളും ഒക്കെ ഒരു 10-50 വയസ്സായ അമ്മ പറഞ്ഞു തന്നൊരു ഇതുള്ളൂ. അപ്പൊ ഇതിൽ എൻ്റെ അറിവില് ഇവനൊരു കുഞ്ഞനാണ്, എന്നാ ആരോഗ്യത്തിൽ വലിയ പുലിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ അകത്ത്. അപ്പൊ ഇത് പിന്നെ ഇത് ചതച്ചിട്ട് വെള്ളം കുടിക്കുന്നവരുണ്ട്. ചതച്ചിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രക്തം ശുദ്ധിയാവെന്ന് പറയണേ. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഓരോ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അവർ ചെയ്യണേ. ഇത് പല സ്ഥലത്തും പല ആൾക്കാരും അങ്ങാടി പെട്ടിയിലും ഒക്കെ ഇത് കൊടുക്കുന്നുണ്ട്. ചേട്ടൻ ഇവിടെ നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ കൃഷി ചെയ്യണില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു മലയിലെ അണ്ണാച്ചിനെ എടുത്ത് നമ്മൾ ഇങ്ങനെ പോയി രാത്രി കൊടുത്ത് കഴിയുമ്പോൾ അവിടെ പോയി മലയിൽ പോയി നമ്മൾ കൃഷി ചെയ്തിട്ട് പോകുന്ന. എവിടെയാണ് കൃഷി ചെയ്യുന്നത്? അത് മറ്റേ സൈലന്റ് വാലി എന്ന് പറഞ്ഞ മൂന്നാറിന്റെ അങ്ങ് പശ്ചിമഘട്ടത്തിൽ ഈ ഇവരെ ടാറ്റയുടെ ബോർഡും കഴിഞ്ഞ് പോകണം. അവിടുത്തെ കാലാവസ്ഥയാണ് ഇവന് നല്ല ഉത്തമം. പക്ഷെ നമുക്കിവിടെ പിടിക്കും. അപ്പൊ ഇവിടെ പിടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഏലത്തിന് മരുന്നും ഇതൊക്കെ അടിക്കുന്നുണ്ട്. ഈ മരുന്നൊന്നും ഈ വിഷം ഈ സാധനം അടിക്കരുത്. അപ്പൊ നമ്മളിവിടെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റും ഏലല്ലേ, ഇതിനകത്ത് വർഷത്തില് മരുന്നടിക്കുന്നു, വളമിടുന്നു, ഇതൊന്നും ഇതിനാവശ്യമില്ല. ഇതിനകത്ത് വളമെടുക്കാനോ മരുന്നടിക്കാനോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഔഷധഗുണം മാറി വിഷമാകും. അപ്പൊ ഇത് കൂടുതലും ഏറ്റവും ഉയരം കൂടിയ തണുപ്പ് കാലത്ത് മലയിലാണ് ഇത് നടക്കുന്നത്. സുരേന്ദ്രൻ ചേട്ടാ, നമ്മുടെ ഈ ഒരു കൽത്താമരയുടെ വിത്ത് എങ്ങനെയാണ് പാകുന്നത്? വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മള് ഇപ്പൊ ഈ നിലയാട്ടിരിക്കല്ലേ, ഇതിങ്ങനെ കട്ട് ചെയ്യുക. ഏറ്റവും ടോപ്പിലെല്ലാം കട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിത് മണ്ണിലേക്ക് വയ്ക്കുക. മണ്ണിലേക്ക് വയ്ക്കുമ്പോൾ ഇതിനകത്ത് മുള വരും. അങ്ങനെ അത് കയറുന്നു. ഇപ്പൊ ഈ ഒരു വിത്ത് ഇത് കണ്ടോ, ഈ ടോപ്പിലിരിക്കണേ ഇവനെ എടുത്ത് മണ്ണിലേക്ക് വെച്ചാൽ അപ്പൊ ഇത് 1, 2, 3, 4, 5 വിത്ത് ഇതിലുണ്ട്. 5 വിത്ത്. അപ്പൊ ഇത്ര ആയി വരണ എത്ര വർഷം എടുക്കും? അത് 5 വർഷത്തോളം ഒരു വർഷം ഉണ്ടാവും. 1, 2, 3, 4, 5 വർഷം എടുക്കും. 5 വർഷം എടുക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഉയർന്ന പ്രദേശത്തെ ഇത് തണുപ്പുള്ളിടത്ത് ഇത് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ഇടുക്കി ജില്ലയിലാണ് ഒരുപാട് കണ്ടങ്ങളൊക്കെ വേസ്റ്റായി കിടക്കും. നല്ല ഉത്തമം അവിടെയൊക്കെ ചെയ്തില്ലേ? പിന്നെ നീർവാർച്ച പ്രദേശങ്ങൾ വെള്ളക്കെട്ടുള്ളിടത്തിൽ സുഖമായിട്ട് പിടിക്കും. വെള്ളക്കെട്ടുള്ളിടത്തിലാണ് ഇത് ഇവന്റെ ജന്മം. അപ്പോൾ ഒരുപാട് കണ്ടമാണെങ്കിലും സ്ഥലമാണെങ്കിലും വെറുതെ വേസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഒരു വർഷം ഇത് കൊണ്ടുവന്ന് നട്ടിട്ട് പോയി കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാൽ ഇത്രയും കിട്ടും. അത് നമുക്ക് പണിയാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. അതായത് ഇത് പൂത്ത് കൊലയായിട്ട് വരും. കൊലയായിട്ട് വരുമ്പോൾ നമുക്ക്
സിനിമ ഷൂട്ടിങ്ങുകാരും ഇവരെല്ലാം ഇതിനകത്ത് ഭംഗിയായിട്ട് അടുത്തടുത്ത് വരുമ്പോഴത്തേക്ക് ഇത് കൊലയായിട്ട് വരുമ്പോൾ നല്ല പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നെല്ല് മാതിരി അത് നെല്ലുണ്ടാവണം, ഇവൻ ഒരു കുഞ്ഞിനായിട്ട് ഒരു പൂവ് ഉണ്ടായിട്ട് ഇങ്ങനെ കൊലയായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പൊ ആ കൊലയിൽ നിന്ന് നമ്മുടെ ഷൂട്ടിങ്ങുകാരും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നുവിടാൻ ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു നമുക്ക് ഈ കർഷകരിലോട്ട് എത്തിക്കണമല്ലോ, സാധാരണ കർഷകരിലോട്ട്. അപ്പൊ അവർക്ക് ഇതിന്റെ വിത്തൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എത്തിച്ചു കൊടുക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും. ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ എങ്ങനെയാണെന്ന് ചേട്ടനെ കോൺടാക്ട് ചെയ്യേണ്ടതെന്ന് പറയാം. എന്റെ വീട്ടുപേരെന്ന് പറഞ്ഞാൽ ഉരിയക്കുന്നൽ, കറക്റ്റ് ബൈസൺ വാലി. ഉരിയക്കുന്നൽ ബൈസൺ വാലി, ഇടുക്കി ജില്ല, സുരേന്ദ്രൻ. 97 47 13 85 44 ഇതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി. വിത്ത് നമുക്ക് എത്തിച്ചു കൊടുക്കാം. സാധാരണ കർഷകർ ഇത് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇതിന്റെ ഒരു ഗുണമേന്മ പറഞ്ഞപ്പോ ഒരുപാട് മെഡിസിൻ ഉപയോഗിക്കുന്നതാണ് ആയുർവേദത്തില്. അപ്പൊ എന്തൊക്കെയാണെന്ന് തന്നെ നമുക്ക് ഇത് ഗവേഷണം ഡോക്ടർമാർ ചെയ്യട്ടെ, നമ്മള് ഡോക്ടറല്ലോ. അതെ അതെ. ഇത് ഡോക്ടറെ അറിവില് ഇവര് വാങ്ങിച്ചോണ്ട് പോയിട്ട് എന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചോണ്ട് പോയിട്ട് അവർ കോടികൾ ഇതിനകത്തുണ്ടാക്കുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് രഹസ്യം പുറത്തല്ല. അത് ഇവര് അതിനകത്ത് ഒരേ മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവര് കോടികൾ ഉണ്ടാക്കണം. എനിക്ക് നാമമാത്രമായ പൈസ കിട്ടുന്നത്. അപ്പൊ നമുക്കിത് അറിയത്തില്ല, ഡോക്ടറാണല്ലോ ഇത് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഇനിയുള്ള ഡോക്ടർമാരും നമ്മുടെ ഇനി പഠിച്ചു വരുന്ന ഡോക്ടർമാരും ഇവരെല്ലാം ഇതിന്റെ ഒരു ഗവേഷണം നടത്തണമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ. ചേട്ടൻ എത്ര സെന്റിലാണ് ഇത് കൃഷി ചെയ്തിരുന്നത്? ഇത് നമ്മളൊരു 10-20 സെന്റിൽ കൂടുതൽ കൃഷി ചെയ്തു. ഒരു 100-150 കിലോ സാധനം കിട്ടി പറിച്ചെടുത്തിട്ട്. ഓക്കെ. ഇത് ഇടവളയായിട്ട് കൃഷി ചെയ്യാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇടവളയായിട്ട് ചെയ്യാം. ഇടവള ചെയ്യാം, മുറ്റത്തിനകത്ത് പൂ പോലെ നമുക്ക് വെച്ച് പിടിപ്പിക്കാം, മുറ്റത്തിന്റെ പരിസരത്ത് വെച്ച് പിടിപ്പിക്കാം. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഈ ആയുർവേദത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മരുന്ന് ഒരു കാരണവശാലും അടിക്കുന്നിടത്തിൽ ചെയ്യരുത്. അതാണ് നമ്മൾ ഇതിനെ, അതായത് നമ്മൾ വിഷം അടിക്കുന്നിടത്തിൽ ഈ സാധനം ചെയ്യരുത്. ഇതിപ്പോ ഏലത്തിന് നമുക്കിപ്പോ വിഷം അടിച്ചു കഴിഞ്ഞാൽ ആ ഏലം തിരിച്ചു വരുമെന്ന് ഗവൺമെന്റ് പറയുന്നുണ്ട്. ഈ മാരകമായ വിഷം അടിച്ചു കഴിഞ്ഞാൽ, ഇത് വിഷം അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിന്റെ ഉള്ളിലോട്ട് കയറില്ല. ഇവന് താങ്ങാൻ പറ്റില്ല, ചീഞ്ഞു പോകും, നശിച്ചു പോകും. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് വിഷം നിൽക്കും, കഴിക്കുന്ന നമുക്ക് ദോഷ. അത്ര വൃത്തിയുള്ള അതെ. അപ്പൊ അത്ര നമ്മള് രാസവളവും വിഷവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് ഇത്. വെറുതെ മണ്ണിന് ഒരു വളവും ചെയ്യണം, ഒന്നും ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന സുരേന്ദ്രൻ ചേട്ടൻ. അപ്പോൾ ഇതിൻ്റെ ഈ കൽത്താമരയുടെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ഒരുപാട് മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതും നമുക്ക് അറിയത്തില്ല. എന്നിരുന്നാലും കൃഷി ഇദ്ദേഹം ചെയ്യുന്നുണ്ട്, നല്ല വരുമാനം ലഭിക്കുന്നുണ്ട്. തീർച്ചയായും. സാധാരണ ഒരു കൃഷി ഏലം, റബ്ബർ, കുരുമുളക് ഇതിനെയൊക്കെ വ്യത്യസ്തമായിട്ടാണല്ലോ ചെയ്യുന്നത്. അതിനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ട് പൈസ കിട്ടും. ഓക്കെ. അപ്പോൾ ഒരുപാട് നന്ദി സുരേന്ദ്രൻ ചേട്ടാ. ഇനി നമുക്ക് മറ്റു കൃഷികളൊക്കെ ആയിട്ട് പരിചയപ്പെടാം. വീഡിയോ ഞാൻ ഒത്തിരി ആയുർവേദങ്ങൾ ഒത്തിരി ഞാൻ പരിചയപ്പെടുത്താം. പക്ഷെ അത് നമ്മുടെ പല്ലിന് വേണ്ടിയിട്ടുള്ളതും നമ്മുടെ പല്ലുകൾക്ക് ആരോഗ്യം കിട്ടാനുള്ളതും അങ്ങനെയുള്ള കുറെ, പിന്നെ മൂത്രത്തിക്കല്ലിന്റെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. മൂത്രത്തിക്കല്ലിന്റെ മരുന്നുകളൊക്കെ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് അതെല്ലാം നമ്മുടെ കർഷകരിലേക്ക് എത്തിക്കണമെന്നാണ് ചേട്ടൻ്റെ ഒരു. തീർച്ചയായിട്ടും. അതായത് വരും തലമുറയും പഠിച്ചിരുന്നെങ്കിൽ. ഇതിപ്പോ ഞാൻ നശിച്ചു പോയാലും ഞാനിപ്പോ ഇത് കുറെ വർഷങ്ങളായിട്ട് ഞാൻ തന്നെ കാശുണ്ടാക്കുന്നു, ഞാൻ തന്നെ കൃഷി ചെയ്യുന്നു. കുറെ വർഷങ്ങളായിട്ട് ഇത് ആർക്കും ഇതൊന്നും അറിയത്തില്ല. ഒരു പൂച്ചെടി വലിച്ചു വെള്ളം കളയും. അപ്പൊ ഇത് കുറെ മെഡിക്കൽ സ്റ്റോറിലും കുറെ ലേട വൈദ്യന്മാരൊക്കെ ഇത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ നമ്മൾ ആ രീതിയിലൊക്കെ നമ്മൾ പോയിട്ട് ഇത് അത്ര വിപുലമായ രീതിയിൽ വരുന്നില്ല. സത്യം പറയാൻ ഒരു മഞ്ഞളിന്റെ ഒക്കെ ഇഞ്ചിയുടെ ഒക്കെ ഒരു ഇഞ്ചിയുടെ വേരൊക്കെ ഇങ്ങനെ ഒരു മണ്ണിനടിയിൽ കിടക്കുന്നത്. അപ്പോൾ ഒരുപാട് നന്ദി ചേട്ടാ. ഇനി നമുക്ക് കാണാം. ഇതിപ്പോ നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇത് പൊടിയായി വരും. ചതച്ച് പൊടിച്ച് പരുവത്തിലാക്കി ഇതിപ്പോ 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇവിടെ കൃഷി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു ചോടോ കാര്യങ്ങളോ ഒന്നും കാണാനും പറ്റിയിട്ടില്ല. ഇപ്പൊ ഇവിടെ കുറച്ച് നട്ടിട്ടുണ്ട്, അതിന്റെ വീഡിയോ. ഓക്കെ, ഒരുപാട് നന്ദി. ഓക്കെ.